ഇനി നിയമസഭയിലേക്ക് കസ്റ്റഡി മർദ്ദന പരാതികളിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പ്രതിപക്ഷം. കുന്നംകുളത്തെ ലോക്കപ്പ് മർദ്ദനത്തിൽ ഉൾപ്പെടെ പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകി. റോജി എം ജോൺ ആണ് നോട്ടീസ് നൽകിയത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ഉയർത്തിയാകും ഭരണപക്ഷത്തിന്റെ പ്രത്യാക്രമണം. രാഹുൽ ഇന്ന് നിയമസഭയിൽ എത്തിയേക്കില്ല. ലോക്കപ്പ് മർദ്ദനങ്ങളിൽ ചർച്ചയാകാം എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. വി അരുൺ ചേരുന്നു. അരുൺ, ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ച ഉണ്ടാവുമോ നിയമസഭയിൽ? ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു. പ്രത്യേക ചർച്ച 12 മണി മുതൽ സഭയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ നോട്ടീസിന് മറുപടി പറയേണ്ടിയിരുന്നത്. സ്പീക്കർ ഈ നോട്ടീസ് കിട്ടിയ കാര്യം പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങളുണ്ടായ വിഷയമാണിത്. മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. പത്രമാധ്യമങ്ങൾ വലിയ സ്പേസ് ഇതിനുവേണ്ടി ദിവസങ്ങളോളം മാറ്റിവെച്ചു. ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേക ആളുകളെ വിളിച്ച് വലിയ ചർച്ചകൾ നടത്തി. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാം. സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് നമുക്കും ചർച്ച ചെയ്യാം. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതായത് സംസ്ഥാനത്ത് ലോക്കപ്പ് മർദ്ദനങ്ങൾ, യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ എതിരെയുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്ന സംഭവം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങളിൽ സഭയിൽ ചർച്ച. റൂൾ 50 നോട്ടീസ് പ്രതിപക്ഷത്തിന്റെ സഭാ നടപടി നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കുകയാണ്. അതിൽ ചർച്ച ചെയ്യാൻ ഏറെ കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്കും പറയാനേറെയുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേക ചർച്ചയുണ്ടാകും. നേരത്തെ UDF കാലത്ത്, കോൺഗ്രസ് കാലത്ത് സംസ്ഥാനത്തുണ്ടായ കസ്റ്റഡി മർദ്ദനങ്ങൾ, കസ്റ്റഡി മരണങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി പറയാനാണ് സർക്കാരിന്റെ തീരുമാനം. വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കൃത്യമായ തെളിവുകളടക്കമാണ് പ്രതിപക്ഷം സഭയിലേക്ക് വരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ മർദ്ദനം, പിന്നീട് പ്രാദേശിക CPI നേതാക്കൾക്ക് പോലും പോലീസിന്റെ ദുരനുഭവം, SFIയുടെ ജില്ലാ നേതാക്കൾക്കുണ്ടായ അനുഭവങ്ങൾ തുടങ്ങി നിരവധി കഥകൾ, നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിനും പറയാനുണ്ടാകും. അങ്ങനെ ഈ സഭാ സമ്മേളനത്തിന്റെ മുഴുവൻ നടപടിക്രമങ്ങൾ നടക്കുന്ന ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്, റൂൾ 50 നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുകയാണ്. സർക്കാർ തങ്ങൾക്ക് ഒളിക്കാനൊന്നുമില്ല, പൊതുജനങ്ങൾ അറിയേണ്ട വിഷയങ്ങളുണ്ട്, പൊതുജനങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്രയധികം സമൂഹം ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് തന്നെ നമുക്കും ചർച്ചയാകാം. ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്, സർക്കാരിന്റെ നിലപാട്. ശ്രീജ, അരുൺ, അതായത് ഒരുപക്ഷെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക്, സാധാരണ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് ഇതിനെ അഡ്രസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ അത് സർക്കാരിനുണ്ടാക്കുന്ന ക്ഷീണമാവും ഒരുപക്ഷെ കൂടുതൽ വലുത് എന്ന് സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. പ്രതിരോധിക്കാൻ ആയുധങ്ങളുണ്ട്. ആ രീതിയിലൊരു ചർച്ച തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? ശ്രീജ, സമീപകാലത്ത് കോൺഗ്രസും UDFും ഏറെ രാഷ്ട്രീയ പ്രതിരോധത്തിലായിരുന്നു. പ്രത്യേകിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയവുമായി വന്ന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികൾ കോൺഗ്രസിനെ, UDFിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. വലിയ പിന്നോട്ടടി അവർക്ക് രാഷ്ട്രീയമായി സംസ്ഥാനത്തുണ്ടായിരുന്നു. അത് മറികടക്കാനുള്ള ആയുധമായാണ് യൂത്ത് കോൺഗ്രസ് നേതാവ്, തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ ലോക്കപ്പ് മർദ്ദന വീഡിയോ പുറത്തുവന്നത്. തുടർന്ന് പരമ്പരയായ സംഭവങ്ങൾ, പോലീസിനെതിരെ ആരോപണങ്ങൾ, പഴയ സംഭവങ്ങളും പുതിയ സംഭവങ്ങളും. അത് പ്രതിപക്ഷത്ത് മാത്രമല്ല ഭരണപക്ഷത്തെ CPI നേതാക്കൾക്കെതിരെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങൾ പോലും നിരനിരയായി പുറത്തുവന്നു. സർക്കാരിനെ വലിയ രീതിയിൽ അത് പ്രതിരോധത്തിലാക്കി. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ വലിയ ചർച്ച. സ്വാഭാവികമായും പോലീസ് മർദ്ദനങ്ങൾ, പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ പലപ്പോഴും നേരത്തെയുള്ള ഈ ഇന്ത്യൻ പോലീസിലേക്കുള്ള കേരള പോലീസ് തിരിച്ചുപോക്കാണ് തരത്തിൽ വലിയ ചർച്ചകൾ സ്വാഭാവികമായി ഉണ്ടായി. അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറി. ആ വിഷയം സ്വാഭാവികമായും തങ്ങൾക്ക് എതിരായി മാറിയെന്ന് CPM തിരിച്ചറിയുന്നു, സർക്കാർ തിരിച്ചറിയുന്നു. അപ്പോൾ അതിലെ വസ്തുതകൾ എന്താണ്? ഇന്നലെ മുഖ്യമന്ത്രി ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ പറഞ്ഞത്, അതിന് മുമ്പ് അതിനുശേഷം ഇടതുമുന്നണി യോഗത്തിൽ പറഞ്ഞതുമൊക്കെ ഇത് ചെറിയ സംഭവങ്ങളെ പെരുപ്പിച്ചു കാട്ടുകയാണ്. കൃത്യമായ ഗൂഢാലോചന പിന്നിലുണ്ട്, കൃത്യമായ ക്യാമ്പയിനായി ഇത് മാറ്റുന്നതിന് ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. അതിൽ തങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള വേദിയായി മുഖ്യമന്ത്രി ഇതുവരെയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ വിവാദങ്ങൾ ഉയർന്നു വന്ന ശേഷം കൃത്യമായ ഒരു പ്രതികരണം എവിടെയും നടത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശത്തിന് അപ്പുറത്തേക്ക് ഒരു വിശദീകരണം മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. ആ വിശദീകരണമാകും ഇന്ന് സഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ, ആഭ്യന്തര വകുപ്പിന്റെ തലവന് പറയാനുള്ള കാര്യങ്ങൾ ഇന്ന് ഇവിടെ പറയും. അതിൽ പ്രതിപക്ഷം തീർച്ചയായും സർക്കാരിനെ കടന്നാക്രമിക്കുമെന്ന് ഉറപ്പാണ്. നിരവധി വിഷയങ്ങൾ അവർക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്, നിരവധി ആയുധങ്ങൾ അവരുടെ ആവനാഴിയിലുണ്ട്. അതൊക്കെ ഇന്ന് സഭയിൽ അവർ പുറത്തെടുക്കും. അതിനെ പ്രതിരോധിക്കാൻ ഉറച്ചു തന്നെയാണ് സർക്കാരും തയ്യാറെടുത്തു തന്നെയാണ് സർക്കാരും സഭയിലെത്തിയത്. അതുകൊണ്ടാണ് ഈ നോട്ടീസ് ചർച്ച ചെയ്യാം,
സർക്കാരിന് അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഇന്നിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ശ്രീജ, രണ്ട് കാര്യങ്ങൾ കൂടി അരുൺ. ഒന്ന്, ഇന്നലെ LDF യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നെന്നും മുഖ്യമന്ത്രി ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്, പഴയ കഥകളാണ് വരുന്നതെന്ന് LDF കൺവീനർ പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, മാധ്യമങ്ങൾ അത് ഉപയോഗിക്കുകയാണ് എന്നതാണ്. അതാണ് മുഖ്യമന്ത്രിയുടെ പക്ഷമെന്ന് അപ്പോൾ ഉറപ്പാണ്. പിന്നെയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. ഉറപ്പായും അത് പറയാൻ ഒരു അവസരത്തിന് കാത്തു നിൽക്കുകയാണ് ഭരണപക്ഷം. അങ്ങനെയെങ്കിൽ ഈ ചർച്ചയ്ക്കിടെ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ ഒരു പരാമർശം നടത്തുന്നു. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കലല്ല ഞങ്ങളുടെ നയം, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കലാണ് എന്നത്. എല്ലാം മുനവെച്ചുള്ള സംസാരങ്ങളാണ്. സ്വാഭാവികമായി ഇന്ന് വരാനിരിക്കുന്ന ചർച്ചയിലും അത്തരം പരാമർശങ്ങൾ, അത്തരം അമ്പുകൾ പ്രതീക്ഷിച്ചുകൂടെ? തീർച്ചയായും അതുകൊണ്ട് അത്ഭുതപ്പെടാനില്ല. കാരണം ഇന്ന് വീണ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പരാമർശിക്കാനുള്ള സാഹചര്യമായിരുന്നില്ല. പകരം മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചത് അടക്കമുള്ള വിഷയങ്ങളിൽ അവിടുത്തെ പരിതാപകരമായ അവസ്ഥകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ ചോദ്യം മന്ത്രി മറുപടി പറയാനുണ്ടായിരുന്നു. അതിനിടയിൽ സംസ്ഥാന ശിശുമരണ നിരക്ക് അമേരിക്കയെക്കാളും യൂറോപ്യൻ രാഷ്ട്രങ്ങളെക്കാളും ഒക്കെ മികച്ചതെന്ന ഒരു പരാമർശം കല്യാശ്ശേരി MLA എം വിജയൻ നടത്തി. അതിന്റെ ചുവട് പിടിച്ച് അവിടെയാണ് മന്ത്രി ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ മുനവച്ചുള്ള ഒരു വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്ത് പറയാതെ കുഞ്ഞുങ്ങളെ കൊല്ലുകയല്ല, ഭ്രൂണഹത്യ ചെയ്യാൻ നിർബന്ധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ആ പേര് പറയാതെ കുട്ടികളെ കൊല്ലാൻ നിർദ്ദേശിക്കുകയല്ല, ചേർത്ത് പിടിക്കുകയാണ് സർക്കാരിന്റെ ഒരു നീതി എന്ന് മന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും എത്രത്തോളം അത് പറയാൻ ഇടത് MLAമാർ, ആ വിഷയ സഭയിൽ ഉന്നയിക്കാൻ ഇടത് MLAമാരും മന്ത്രിമാരും ഒക്കെ വെമ്പൽ കൊള്ളുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമായി ആരോഗ്യമന്ത്രി ഇന്നത്തെ പ്രതികരണത്തെ നമുക്ക് വായിച്ചെടുക്കാം. കാരണം അവർക്ക് പറയേണ്ട ഒരു വിഷയമായിരുന്നില്ല, അത് മറ്റൊരു ചോദ്യമായിരുന്നു. പക്ഷെ അതും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭചിത്ര നിർബന്ധിച്ചു എന്ന പരാതിയിലേക്ക് കണക്ട് ചെയ്യുകയായിരുന്നു വീണ ജോർജ് ചെയ്ത്. സ്വാഭാവികമായും ആരോഗ്യവകുപ്പിനെതിരെയുള്ള ചർച്ചകളാണെങ്കിൽ പോലും, പോലീസിനെതിരെയുള്ള ചർച്ചകളാണെങ്കിൽ പോലും അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പറഞ്ഞു പോകും, പരാമർശിച്ചു പോകും. ഇന്നലെ ഇടതുമുന്നണിയുടെ നിയമസഭാ യോഗത്തിൽ ഉണ്ടായ നിർദ്ദേശം തന്നെയാണ്, രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് വന്നാൽ അയാളെ തടയാനോ അല്ലെങ്കിൽ ആരുടെ പ്രതിഷേധങ്ങൾക്കോ അല്ല മുതിരേണ്ടത്. പകരം ഇത്തരം ചർച്ചകളിൽ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് തന്നെ മുന്നോട്ട് പോകണം. അത് ഏതൊക്കെ വിധേയന കഴിയുമോ ആ വിധേയനയൊക്കെ അത് വേണ്ട നിർദ്ദേശമാണ് ഇടതുമുന്നണിയുടെ നിയമസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ നൽകിയത്. അതുതന്നെ നമുക്ക് ഇന്നും പ്രതീക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടം വിഷയം സ്വാഭാവികമായും പ്രതിപക്ഷത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധമായി ഭരണപക്ഷം ഉപയോഗിക്കും. പക്ഷേ ഈ ചർച്ചയിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യമുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. മുഖ്യമന്ത്രി MLA ആയിരിക്കെ പിണറായി വിജയന് മർദ്ദനമേറ്റ അടിയന്തരാവസ്ഥക്കാലത്ത് മർദ്ദനമേറ്റത് മുതലുള്ള സംഭവങ്ങൾ, രാജൻ കേസ് അടക്കമുള്ള കാര്യങ്ങൾ, ഈ DYFIയുടെ SFI നേതാക്കൾക്കേറ്റ പോലീസ് മർദ്ദനങ്ങൾ തുടങ്ങി എണ്ണി പറയാൻ നിരവധി കഥകൾ, നിരവധി സംഭവങ്ങൾ, ദുരനുഭവങ്ങൾ പോലീസിൽ നിന്ന് തങ്ങൾക്കും ഉണ്ടായെന്ന ഭരണപക്ഷം പറയും. അതുതന്നെയാകും അവർ സഭയിൽ കൊണ്ടുവരിക. UDF കാലത്ത്, കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ കോൺഗ്രസ് ഭരിക്കുമ്പോഴൊക്കെ ഉണ്ടായ ദുരനുഭവങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ, കസ്റ്റഡി കൊലപാതകങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ഭരണപക്ഷവും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളിയായി സഭാതലത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. ശ്രീജ, ശരി. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നൊരു ഉദ്വേഗം കൂടി ഉണ്ടായിരുന്നു അരുൺ. സ്വാഭാവികമായി ഇന്നലെ രാഹുൽ സഭയിലെത്തി, പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ആകാംക്ഷ കൂടി ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇനി എല്ലാ ദിവസവും രാഹുൽ സഭയിൽ വരുന്ന സാഹചര്യം അങ്ങനെ ഉണ്ടാവില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്?